ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരമാണ്. 4 മണി പലഹാരം എന്ന് പറയുന്നതിനേക്കാളും നല്ലൊരു സ്നാക്സാണ്. സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നമുക്കിത് കുട്ടികൾക്കും വലിയവർക്കെല്ലാം ഒരുപോലെ ഇഷ്ടമാകുന്ന നല്ലൊരു സ്നാക്സാണ്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചടപടേന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഈ സ്നാക്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 250 ml വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് 2.5 ഗ്ലാസ് വെള്ളം. സാധാരണ ഗ്ലാസ്സിന് ഒരു 2.5 ഗ്ലാസ് വെള്ളം വെക്കാം. ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. അത് എരിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. എരിവെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതിയാവും. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഓമമാണ്, അയമോദകം. അപ്പോൾ അതുകൂടി ചേർക്കുകയാണ്. അയമോദകം ഉണ്ട് എങ്കിൽ അത് ഉറപ്പായിട്ടും ചേർത്തേക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കത് സ്കിപ്പ് ചെയ്യാം. കാരണം ഈ അയമോദകത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും മണമൊക്കെ നമ്മുടെ ഈ സ്നാക്സിനുണ്ടാവും. പിന്നെ വേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ വെള്ള എള്ളാണ്. അപ്പോൾ വെള്ള എള്ള ഇല്ലയെന്നുണ്ടെങ്കിൽ കറുത്ത എള്ള് ചേർത്താലും മതിയാവും. ഇത് ഓപ്ഷനിലാണ്, മസ്റ്റായിട്ടുള്ളതല്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർക്കുകയാണ്. കൂടെ തന്നെ ഇത്രയും വെള്ളത്തിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇനി നമ്മുടെ ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് വരണം. എന്നാൽ ശരി, ഇനി നല്ലതുപോലെ ഇതൊന്ന് തിളച്ചിട്ട് വരട്ടെ. വെള്ളം ഇപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ട് വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 200 ഗ്രാം അളവിലാണ് മൈദ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർക്കുകയാണ്. കൂടെ തന്നെ 50 ഗ്രാം അളവിൽ അരിമാവ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും പെട്ടെന്ന് തന്നെ നമ്മൾ ഒരുമിച്ച് ചേർത്തേക്കണം. എന്നിട്ട് നമ്മൾ ഇത് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുകയും വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കും. അതിൻ്റെ പേരിലാണ് നമ്മളിതുപോലെ ഒരു സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കരുത്. എങ്കിൽ പിന്നെ അത് അടുക്കി പിടിക്കും, പോയിട്ട് നമ്മൾ കട്ടയായിട്ട് പോവുകയും ചെയ്യും. അതിൻ്റെ പേരിൽ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് എടുക്കേണ്ടതാണ്. സാധാരണ നമ്മൾ ഇടിയപ്പത്തിൻ്റെ മൂർട്ടിക്കൊക്കെ നമ്മൾ മാവ് കിണ്ടില്ലേ, ആ ഒരു രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്ത് എടുത്താൽ മതിയാവും. ഈ ടൈമിൽ നമ്മളിതിൻ്റെ കൂടെ ചൂടോടെ തന്നെ ചേർക്കേണ്ട ഒരു കാര്യമാണ് വനസ്പതി. 1 ടേബിൾ സ്പൂൺ അളവിൽ ഡാൽഡ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡാൽഡ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നെയ്യ് യൂസ് ചെയ്താലും മതിയാവും. 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്താൽ മതി. നമ്മളിത് ഫസ്റ്റ് ടൈമായിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ വെള്ളത്തിൻ്റെ കൂടെ തന്നെ ഡാൽഡ ചേർത്താൽ മതി. അപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടും. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ ഒരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല ചൂടായിട്ടാണ് ഉള്ളത്. അതിൻ്റെ പേരിൽ ഒരു കോട്ടൺ തുണി നന്നായിട്ട് നനച്ചിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. സാധാരണ ഇടിയപ്പവും ഓർട്ടിയൊക്കെ കുഴച്ചെടുക്കുന്നത് ഞാൻ ഈ ഒരു രീതിയിലാണ്. അതെൻ്റെ ഒരു ട്രിക്സ് ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് ചൂടൊന്നും കയ്യിലാകാതെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 2 ചെറിയ പീസായിട്ട് മാറ്റാം. ഇനി നമുക്ക് ഒരു സേവനാഴി എടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ചില്ലിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ചെറിയ ഹോളുള്ള ചില്ലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനുള്ളത് എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മുറുക്കിനൊക്കെ നമ്മളിടുന്ന ആ ഒരു ഹോൾ എടുക്കാം. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഈ ഒരു ഡിസൈനുള്ള ചില്ലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ മാവ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സാധാരണ ഇടിയപ്പത്തിനൊക്കെ നമ്മൾ ചുറ്റുന്നില്ലേ, ആ ഒരു രീതിയിൽ തന്നെ ചുറ്റിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് നീളത്തിന് വേണം ചുറ്റിച്ചെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ പിന്നീട് നമ്മൾ ഡിസൈൻ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി നമുക്കിത് വിരലിലേക്ക് വെച്ചിട്ട് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം. ഇത് പെട്ടെന്ന് ഇതുപോലെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സിമ്പിളായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്കിത് കട്ട് ചെയ്തിടാവുന്നതേ ഉള്ളൂ. ഞാനിതിപ്പോൾ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സേവനാഴിയിലിട്ടതിന് ശേഷം മാവ് ഇതുപോലെ എടുത്തത്. അതല്ലാതെ തന്നെ നമുക്ക് ഒരു അല്പം മാവ് കയ്യിലേക്ക് എടുത്തിട്ട് അതൊന്ന് റോൾ ചെയ്ത ശേഷം ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അത് പക്ഷേ കുറച്ച് സമയം കൂടുതലെടുക്കും. ഇതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും. അതിൻ്റെ പേരിലാണ് ഞാനിതിപ്പോൾ എല്ലാം റോൾ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ ഷേപ്പ് എടുത്തിട്ട് ഇട്ടാൽ മതിയാവും. ഇതിപ്പോൾ ചെറിയ രീതിയിലാണ് ഞാനിപ്പോൾ ഓരോന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ആ റൗണ്ടിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇത് നല്ല ചൂട് ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഇളക്കി കൊടുക്കരുത്, എങ്കിൽ ഫുള്ളും പൊടിഞ്ഞിട്ട് പോകും. അതിൻ്റെ പേരിൽ ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതൊന്നും ഒന്നും ചെയ്യാതെ വെയിറ്റ് ചെയ്യണം. 2 മിനിറ്റിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ സ്നാക്സ് എല്ലാം ഒരു പകുതി അളവിൽ ക്രിസ്പി ആയിട്ടുണ്ടാവും. അതിനുശേഷം പിന്നെ പൊടിയില്ല.
നമ്മുടെ ഈ സ്നാക്സ് ഓയിലൊന്നും വലിച്ചെടുക്കില്ല, അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഒരു 3-4 ആഴ്ച വരെ നമുക്കിത് ബോട്ടിൽ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. നമ്മളിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്പി സ്നാക്സാണ്. ഇത് നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവണമെന്ന് ആവശ്യമില്ല, നല്ലൊരു ഗോൾഡൻ കളറിൽ വന്നാൽ മാത്രം മതിയാവും. ഇപ്പോൾ നമ്മുടെ സ്നാക്സ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിതെടുക്കാം. വൈകുന്നേരം ചായയുടെ കൂടെ ഒരു സ്നാക്സും ഇല്ലയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റിന് മുമ്പേ നമ്മളിത് ഇറങ്ങുകയാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.